പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യേശു എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നാം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യരായി മാറുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ എന്താണ് നാം ചെയ്യേണ്ടത്? നാം യേശുവിൽ വസിക്കണം. യേശുവിൻ്റെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. എങ്ങനെയാണ് നാം യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? യോഹന്നാൻ 15:10 യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയും എന്ന്. യേശുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കഴിയുന്നത്. എന്താണ് യേശുവിൻ്റെ സന്തോഷം? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതാണ് യേശുവിൻ്റെ ഇഷ്ടം. യേശു സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയോ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ സ്നേഹത്തിലാണ് യേശു നിലനിൽക്കുന്നത്. എന്താണ് യേശുവിൻ്റെ കൽപ്പന? യോഹന്നാൻ 15:12 യേശു പറയുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യേശു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? പാപികളായ നമ്മെ ഓരോരുത്തരെയും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെയാണ് യേശു നമ്മെ സ്നേഹിച്ചത്. യേശു പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന്. അത് പഠിപ്പിച്ച യേശുനാഥൻ തൻ്റെ ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. യേശുവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. യേശു തരുന്ന സന്തോഷവും സമാധാനവും ശാശ്വതമാണ്. ഈ ലോകം തരുന്നത് പോലെയുള്ള സന്തോഷമല്ല യേശു തരുന്ന സന്തോഷം. ഈ ലോകത്തിൻ്റെ സന്തോഷം നശ്വരമാണ്, അവയെല്ലാം പെട്ടെന്ന് അവസാനിക്കും. എന്നാൽ യേശു തരുന്ന സമാധാനവും സന്തോഷവും ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ പ്രയാസമാണ്, ഈ ലോകത്തിൽ അതെങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് തിരുവചനം പറയുന്നത്? പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നു, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. യേശുവിനോട് നമുക്ക് വിശ്വസ്തതയും സ്നേഹവും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കും. യേശുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത് എപ്പോഴാണ്? യേശുവിനെപ്പറ്റി നാം കൂടുതലായിട്ട് അറിയുമ്പോഴാണ്. യേശു എനിക്ക് ആരാണ്? യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഇത് നാം അറിയുമ്പോഴാണ് നമുക്ക് യേശുവിനോട് കൂടുതൽ സ്നേഹം തോന്നുന്നത്. അപ്പോൾ യേശുവിനോട് വിശ്വസ്തരായി നാം ജീവിക്കുകയും ചെയ്യും. നാം പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കുവാനായി കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയാണ് യേശു ചെയ്തത്. മാത്രമല്ല, തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇന്നും എന്നും യേശു ജീവനോടെ വസിക്കുന്നു. ഈ അപ്പം നാം യോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴാണ് യേശുവിനെ പോലെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും നമ്മുടെ ശത്രുക്കളായി നാം കരുതുന്നവരോട് അവരോട് ക്ഷമിച്ച് സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നത്. നമുക്ക് അതിനുള്ള ശക്തിയും ധൈര്യവും ലഭിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. അത് യേശുവിൻ്റെ ശരീരവും രക്തവും ആണ്. അതിനാൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശ്വസ്തരായി
ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.